ഇവിടെ തന്നെ പാലൊറ ഒഴിച്ച് തൈരുണ്ടാക്കി അതുകൊണ്ട് വെക്കുന്ന പുളിശ്ശേരിയാണ്. നല്ല രസത് ഇങ്ങനെ കുടിക്കാൻ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചൂട്, നല്ല വെയിലൊക്കെയാണ് കേട്ടോ. ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അത്രയും ചൂട്. അപ്പോൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് കരമന നീറമൺകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു നന്ദിലത്ത് ജിമാർട്ട് എന്ന് പറഞ്ഞ വലിയൊരു കടയുണ്ട്. അതിൻ്റെ തൊട്ട് ചേർന്നതായി ഈ ഒരു ഇടവഴിയിൽ P&P എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പല ഹോട്ടലുകളിലും അവിടുത്തെ ഇറച്ചിക്കറി ഭയങ്കര സ്പെഷ്യലാണ്, മുട്ടക്കറി സ്പെഷ്യലാണ്, പല കറികളും, മീൻ കറി ഭയങ്കര സ്പെഷ്യലാണ് എന്നൊക്കെ നമ്മൾ പലയിടത്തും കേൾക്കും. പക്ഷേ പുളിശ്ശേരി ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് നേരത്തെ. എന്നാലും അടുത്തൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇന്നിപ്പോൾ അന്വേഷിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ അമ്മ ഇന്ദിരാമ്മ വയ്ക്കുന്ന പുളിശ്ശേരി ഭയങ്കര പേര് കേട്ട പുളിശ്ശേരിയാണ്. തിരുവനന്തപുരത്ത് ഓൾറെഡി ഒരു പുളിശ്ശേരി കട എന്ന് പറഞ്ഞൊരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ അതല്ല, ചിലർ വിചാരിക്കും ഇപ്പോൾ അതാണെന്ന് വിചാരിക്കും. അതല്ല ഇത്, അത് കിഴക്കേക്കോട്ടയല്ല. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന് പുളിശ്ശേരിയൊക്കെ കുടിച്ചേച്ചും പോയി ഒരു രക്ഷയില്ല. പുളിശ്ശേരി തന്നെയാണ്, പക്ഷേ അതിനെന്താണ് ഇത്ര സ്വാദെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ പുളിശ്ശേരി കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ്. പുളിശ്ശേരി മാത്രമല്ല, മീൻ വറുത്തതും മീൻ കറിയും ബാക്കി എല്ലാ കറികളും ഉണ്ട്. പുളിശ്ശേരി സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അച്ഛൻ എത്ര വർഷമായി ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്? 29 വർഷം. 29 വർഷമായി. അപ്പോഴും ഇവിടുത്തെ പുളിശ്ശേരിയൊക്കെ തന്നെയാണോ സ്പെഷ്യൽ? ആണല്ലേ? ഇതേ മെത്തേഡ്. ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം കൂടി ഉണ്ട്. മുന്നേ അപ്പോഴും ഉണ്ടായിരുന്നു, ശാലം കാപ്പി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ അങ്ങ് അടയ്ക്കും. അടയ്ക്കും. എന്തൊക്കെയാ ഊണിൻ്റെ കൂടെ? വേറെ മീനുണ്ടോ? ഊണിൻ്റെ കൂടെ ബീഫ് കാണും, ചിക്കൻ കാണും, പിന്നെ വറുത്ത മീൻ കാണും, കറിമീൻ കാണും, പിന്നെ അച്ചാറും ഈ നമ്മുടെ രണ്ടു ഇത്രയും തന്നെയാണ്. പുളിശ്ശേരി രസം 1 മണിക്കകത്ത് ഊണാണ്. ചിലപ്പോൾ സമയം പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ പെട്ടെന്ന് അങ്ങ് തീരും. ഒരു 1-1.5 മണിക്കൂറുള്ള ബിസിനസ് ഉണ്ടാവും. അതെ, രണ്ടുപേരും മാത്രമേ. നേരത്തെ ജോലിക്ക് ആളുണ്ടായിരുന്നു, പിന്നെ മോഷണങ്ങളും കാര്യമൊക്കെ ആയതുകൊണ്ട് വേണ്ടെന്ന് വെച്ച് ഞാൻ പിന്നെ പെൻഷനായതിനു ശേഷം ഫുള്ളായിട്ട് കഴിയും. എന്നിട്ട് രാവിലെ KSRTC ആകുമ്പോൾ 4:30 സർവീസാണ്. അങ്ങനെ വെളുപ്പിന് ഞങ്ങൾ പോകും. ഡ്രൈവറായിരുന്നു. അതെ, പ്രീതി ആൻഡ് പ്രമോദ്. അതാ. ഇല്ല ഇല്ല, നമുക്കിങ്ങനെ പറഞ്ഞതാണ് പലതിനും പേര് കേട്ട കടകൾ, പക്ഷെ പുളിശ്ശേരിക്ക് ഇത്ര പേര് കേട്ട ഒരു കടകളാണ്. അമ്മയുടെ പുളിശ്ശേരിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നാണ് പറയുന്നത്. അപ്പൊ അമ്മ വെക്കുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതാ ഇവിടുത്തെ സ്പെഷ്യൽ പുളിശ്ശേരിയും ചോറും ഒക്കെ കിട്ടി. ഞാൻ ഇന്ന് മീൻകറി, സാധാരണ എപ്പോഴും നമ്മൾ മീൻകറിയും പരിപ്പും ഒക്കെ അല്ലേ, എന്നാൽ അതൊന്നും വേണ്ടെന്ന് വെച്ചു. ഇനി ഈ പുളിശ്ശേരി മാത്രം മതി എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കട ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ കട അന്വേഷിച്ച് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അന്ന് ഊണിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. എന്നാലും പുളിശ്ശേരി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുളിശ്ശേരി കുടിച്ചു നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ തന്നെ അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്, എന്തായാലും വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട്. എന്താണെന്ന് അറിഞ്ഞൂടെ, ഇവിടെ അന്ന് ഒരു ദിവസം ഒരാൾ ഊണ് കഴിക്കാണ്ടായിരുന്നു. മൂപ്പര് പറയുകയാണ് ഇവിടെ പുളിശ്ശേരി ഇല്ലെങ്കിൽ ചോറൊന്നുമില്ല അത്ര, പുളിശ്ശേരിക്ക് വേണ്ടിയാണ് വരുന്നത്. സൂപ്പറാണ് പുളിശ്ശേരി. പുളിശ്ശേരിന്ന് ശരിക്കും തിരുവനന്തപുരത്ത് പറയുന്ന ഒരു പേരാണ്. ഓരോ നാട്ടിലും ഓരോരോ പേരാണ്. ഞങ്ങളവിടെ പറയാം മോര് കറി, മോരൊഴിച്ച് കൂട്ടാൻ, മോര് കാച്ചിയത്, ഇങ്ങനെയൊക്കെയാണ് പേരുകൾ. ഇവിടെ വന്നിട്ടാണ് ഈ പുളിശ്ശേരി എന്നുള്ള പേര്. പിന്നെ ഇതിൻ്റെ കുറച്ച് നല്ല കട്ടിയാക്കിയതാണെങ്കിൽ കുറുക്ക് കാളൻ എന്ന് പറയും. അതിങ്ങനെ ഇലയിൽ അവിയൽ പോലെ വെക്കാനേ പറ്റുള്ളൂ. അവിടെ ഇരിക്കും, അത്ര കട്ടിക്കുള്ളത്. ഇപ്പം ഈ ഒരു തൈരുകൊണ്ട് എന്തെല്ലാം കറികളാണ്. ഇതും അതെ, അത് നമ്മളെ പച്ചടി, കിച്ചടി. ബീട്രൂട്ട് ഇടുന്നതാണോ പച്ചടി എന്ന് പറയാം? ഇത് വെള്ളരിക്ക. പച്ചടി എന്ന് പറയുന്നത് ഏതിനാണ്? രണ്ടും പറയും അല്ലേ? എനിക്ക് തൈര് ഒഴിച്ചിട്ട് മഞ്ഞ, ചുവപ്പ്, അതാണ് തൈരിൻ്റെ ഒരു ഗുണം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ചൂടത്ത് ഇതൊക്കെ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു അല്ലേ? ഈ മോരും ചൂട് സമയത്തെ ഈ മോരും തൈരും ഒക്കെ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു ശരീരത്തിനൊരു. അതുകൊണ്ട് ഞാൻ ഇന്ന് വേറെ മീൻകറി ഒന്നും മേടിച്ചില്ല. അതാണ് നമ്മൾ ഈ മോരും വെള്ളമൊക്കെ കുടിക്കണം. അച്ചാറ് ശരി, ഭയങ്കര സ്വാദുള്ള അച്ചാറ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു സാധനം, വളരെ ക്ലീൻ ആയിരിക്കും കേട്ടോ.
നമ്മൾ കുറച്ച് നേരത്തെ വന്നതാണ്. അപ്പോൾ ഇവിടെ വേറെ ജോലിക്കാരൊന്നുമില്ല, ഇവർ രണ്ടുപേരും ഇവരെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. ഒരാളും ഇല്ല സഹായിക്കാൻ. എന്നാലും ഇവിടെ ഒരു തരത്തിലുള്ള ഒരു വൃത്തികേട് കാണാൻ പറ്റില്ല. ഭക്ഷണം വിളമ്പണോടത്താവട്ടെ അതിൻ്റെ ഇവിടെ ഈ ഷെൽഫുകളൊക്കെ കണ്ട എല്ലാം അടുക്കി പുറക്കി ഇങ്ങനെ വെച്ചിരിക്കാം. നമുക്കൊരു സംതൃപ്തി തോന്നും കഴിക്കാൻ വേണ്ടി തന്നെ. അതാണല്ലോ പ്രധാനം, രുചിയേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം അതല്ലേ. ഇന്നിപ്പോൾ ചൂരയും പിന്നെ ചാളയാണ് കേട്ടോ ഫ്രൈ ആയിട്ടുള്ളത്. നമ്മൾ ചൂരാൻ്റെ ഒരു പീസ് മേടിച്ചു. അത് കണ്ട നല്ല മൊരിഞ്ഞിരിക്കണ മീൻ കണ്ടോ. വെച്ചേക്കൂല. തലേന്നത്തെ ഒക്കെ ഉപയോഗിക്കും. ഓ അങ്ങനെ. ഇല്ല, എനിക്ക് പാകത്തിനാ. എനിക്കിങ്ങനെ മൊരിഞ്ഞിരിക്കണേണ് ഇഷ്ടം. ചിലയിടത്ത് അല്ല, ചില സ്ഥലത്ത് ഇങ്ങനെ വെളുത്തിരിക്കും, മൊരിഞ്ഞിരിക്കണം. പക്ഷെ ഇതാ നല്ലത്. ഗ്രേവി മതി. ഇതാ ഗ്രേവി ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി മേടിച്ചതാണ് മീനിൻ്റെ. അതും ഇവിടെ ഉണ്ട്. പുളിശ്ശേരി വേണ്ട, മീൻ വേണം എന്നുള്ളവർക്ക് അതും ഉണ്ട്. ഭയങ്കര ചൂട്. അടുപ്പൊന്നും ഇങ്ങനെ എടുത്തട്ടേ ഉള്ളൂ. എല്ലാത്തിനും ആ ഒരു പ്രത്യേക ഒരു സ്വാദുണ്ട്. അപ്പോൾ സിറ്റിക്ക് അകത്ത് തന്നെ നല്ല ഒരു വീട്ടിൽ കിട്ടണ മാതിരി തന്നെയുള്ള രുചിയിൽ ഒരു അച്ഛനും അമ്മയും കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു ഊണാണ് ഇന്ന് കഴിച്ചു നോക്കിയത്. അടിപൊളിയാണ്. ഒരു കറികളും മാറ്റി വയ്ക്കാനില്ല. അച്ചാറിന് പോലും എന്തൊരു സ്വാദാണ്. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതാ എൻ്റെ പിന്നിൽ കാണുന്നതാണ് നന്ദിലത്ത് ജി മാർട്ട്. കരമന കഴിഞ്ഞ് നീറവൺകര പാലം എത്തണേന് തൊട്ട് മുമ്പേ നന്ദിലത്ത് കഴിയുമ്പോൾ തന്നെ ഈ താഴോട്ടുള്ള വഴി അങ്ങോട്ട് പോവൊന്നും വേണ്ട, ഇറങ്ങണോടത്ത് തന്നെയാണ് P&P എന്ന് പറഞ്ഞൊരു ബോർഡ് കാണും. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രുചിക്കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.